നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിൻ്റെ ശരിയായ ഉപയോഗ രീതികളെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ട് അവരുടെ ആയിരക്കണക്കിന് സംശയങ്ങളും കമൻറ്റുകളും ഒക്കെയാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം വളരെയധികം പേർ ചോദിച്ച ചില ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിൽ മിക്കവരും വിശ്വസിക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ ഒരു ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കൂടുതൽ കാലം സുരക്ഷിതമായിരിക്കും എന്നാണ്. എന്നാൽ എല്ലാ ഭക്ഷണങ്ങളുടെയും കാര്യത്തിൽ ഈ ഒരു അറിവ് ശരിയല്ല എന്ന് പറഞ്ഞാലോ? അങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. നമ്മൾ നിത്യവും ചെയ്യുന്ന ചില തെറ്റുകൾ ഭക്ഷണത്തിൻ്റെ ഗുണം നശിപ്പിക്കുക മാത്രമല്ല, അത് ടോക്സിക് ആക്കാൻ, അത് വിഷമയമാക്കുവാനും സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്ത 7 പ്രധാന ഭക്ഷണങ്ങളെക്കുറിച്ചും അവയുടെ പിന്നിലെ ശാസ്ത്രങ്ങളെക്കുറിച്ചുമാണ്. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇതിൽ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന പല കാര്യങ്ങളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ചൂടുള്ള ഭക്ഷണങ്ങൾ നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് ദയവ് ചെയ്ത് ഒഴിവാക്കുക. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ഡേഞ്ചർ സോൺ എന്ന പ്രതിഭാസം ഒളിച്ചിരിക്കുന്നത്. 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലാണ് ബാക്ടീരിയകൾ അതിവേഗം വളരുന്നത്. ചൂടുള്ള ഒരു പാത്രം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ആകെ താപനില വർദ്ധിപ്പിക്കുന്നു. ഇത് ഫ്രിഡ്ജിലുള്ള മറ്റു ഭക്ഷണങ്ങളെയും ഈ അപകട മേഖലയിലേക്ക് എത്തിക്കുന്നു. ഇതാരും അറിയുന്നില്ല. ഭക്ഷണം പാകം ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. പക്ഷേ അത് നേരിട്ട് വെക്കാതെ പരന്ന പാത്രങ്ങളിൽ വെച്ച് പുറത്തു വെച്ച് തന്നെ തണുപ്പിച്ച ശേഷം കൂൾ ഡൗൺ ആക്കിയ ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുക. രണ്ടാമതായി, ടിന്നിലടച്ച ഭക്ഷണങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതേ ടിന്നിൽ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ടിന്നുകൾ തുറക്കുമ്പോൾ വായുവിലെ ഓക്സിജൻ ആ ടിന്നിലെ ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഓക്സിഡേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ലോഹാംശങ്ങൾ ഭക്ഷണത്തിലേക്ക് കലരാനും ഭക്ഷണത്തിന് ഒരു ലോഹത്തിൻ്റെ രുചി വരാനും കാരണമാകും. ഇപ്പോൾ നിങ്ങളിൽ ചിലർക്കൊക്കെ പിടികിട്ടുന്നുണ്ടാവും, ചില ടിന്നിൽ നിന്നും കഴിക്കുമ്പോൾ ഒരു ഇരുമ്പിൻ്റെ രുചി തോന്നുന്നു. കൂടാതെ പഴകിയ ടിന്നുകളിലെ ബിസ്ഫനോൾ എ പോലുള്ള ഘടകങ്ങൾ ആരോഗ്യത്തിന് വലിയ ഹാനികരമാണ്. ഭക്ഷണം ബാക്കിയുണ്ടെങ്കിൽ അതൊരു ഗ്ലാസ് പാത്രത്തിലോ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രത്തിലേക്കോ മാത്രം മാറ്റി സൂക്ഷിക്കണം. മൂന്നാമത്, ഉഷ്ണമേഖലാ പഴങ്ങളായ വാഴപ്പഴം, തണ്ണിമത്തൻ എന്നിവ സംബന്ധിച്ചാണ്. വാഴപ്പഴം ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ തൊലി വേഗത്തിൽ കറുത്തു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? തണുപ്പ് വാഴപ്പഴത്തിൻ്റെ കോശഭിത്തികളെ നശിപ്പിക്കുകയും അത് എൻസൈമുകൾ പുറത്തുവിടാൻ കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ കൊടുംചൂടിൻ്റെ കാലമായതുകൊണ്ട് നമ്മളുടെ ഏറ്റവും അധികം വാങ്ങിക്കൂട്ടുന്ന ഒരു സംഗതിയാണല്ലോ ഈ തണ്ണിമത്തൻ. തണ്ണിമത്തൻ്റെ കാര്യം കുറച്ചുകൂടി ഗൗരവകരമാണ് കേട്ടോ. USDA നടത്തിയ പഠനങ്ങൾ പ്രകാരം തണ്ണിമത്തൻ മുറിയിലെ താപനിലയിൽ സൂക്ഷിക്കുമ്പോഴാണ് അതിൽ ലൈക്കോപ്പീൻ, ബീറ്റാ കരോട്ടിൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ വർദ്ധിക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈ പോഷകങ്ങളുടെ ഉൽപ്പാദനം നിലയ്ക്കുകയും ഗുണമേന്മ 40% കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നാൽ മുറിച്ച തണ്ണിമത്തനാണെങ്കിൽ തീർച്ചയായും ഫ്രിഡ്ജിൽ തന്നെ മൂടി വെച്ച് സൂക്ഷിക്കുന്നതാവും നല്ലത്. നാലാമത്തെ കാര്യം, നമ്മളിൽ പലരും തെറ്റായി ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രെഡ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ബ്രെഡ് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കൂടുതൽ ദിവസം ഇരിക്കുമെന്ന് നമ്മൾ കരുതും. എന്നാൽ യഥാർത്ഥത്തിൽ അത് വേഗത്തിൽ ഉണങ്ങി കടുപ്പമുള്ളതായി തീരുകയാണ് ചെയ്യുന്നത്. തണുത്ത താപനിലയിൽ ബ്രെഡിലെ സ്റ്റാർച്ച് തന്മാത്രകൾ സ്ഫടിക രൂപത്തിലേക്ക് മാറുകയും ഈർപ്പം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ദീർഘകാലം സൂക്ഷിക്കണമെങ്കിൽ ബ്രെഡ് ഫ്രീസറിൽ വെക്കുന്നതാണ് നല്ലത്. അഞ്ചാമത്തെയും ആറാമത്തെയും ഭക്ഷണങ്ങൾ ഉരുളക്കിഴങ്ങും ഉള്ളിയുമാണ്. ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിലെ സ്റ്റാർച്ച് പഞ്ചസാരയായിട്ട് മാറുന്നു. ഇത്തരത്തിൽ പഞ്ചസാര കൂടിയ ഉരുളക്കിഴങ്ങ് വറുക്കുമ്പോൾ അതിൽ അക്രിലാമൈഡ് എന്ന അപകടകരമായ ഒരു രാസവസ്തു രൂപപ്പെടുന്നുണ്ട്. ഇത് അർബുദത്തിന് വരെ കാരണമായേക്കാമെന്ന് FDA മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി ഉള്ളിയുടെ കാര്യമാണെങ്കിൽ ഉള്ളി ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കുഴഞ്ഞ പരുവത്തിലായി പോവുകയും വേഗത്തിൽ പൂപ്പൽ പിടിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒരിക്കലും അടുത്തടുത്ത് സൂക്ഷിക്കരുത്. ഇങ്ങനെ പറയുന്നതിൻ്റെ ശാസ്ത്രീയ വശം കൂടി പറഞ്ഞു തരാം. ഉള്ളി പുറത്തേക്ക് വിടുന്ന എഥിലീൻ വാതകം ഉരുളക്കിഴങ്ങ് വേഗത്തിൽ മുള പൊട്ടാൻ കാരണമാക്കും. എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? ബാക്ടീരിയകൾക്ക് വളരാൻ ഈർപ്പവും ശരിയായ താപനിലയും ആവശ്യമാണ്. 40 ഡിഗ്രി ഫാരൻഹീറ്റിനും 140 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലുള്ള താപനിലയിൽ ബാക്ടീരിയകൾ ഓരോ 20 മിനിറ്റിലും ഇരട്ടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രിഡ്ജ് ഈ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടതുപോലെ ചില ഭക്ഷണങ്ങളുടെ രാസഘടനയിൽ, അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിൽ തണുപ്പ് വലിയ മാറ്റങ്ങൾ വരുത്തി കൊടുക്കും. ഇത് ഭക്ഷണത്തിൻ്റെ രുചി മാത്രമല്ല, അതിൻ്റെ സുരക്ഷിതത്വത്തെയും വല്ലാതെ പ്രതികൂലമായി ബാധിക്കും. ഇനി നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിരന്തരം വരുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചോറ് അത് വീണ്ടും ചൂടാക്കുന്നതിനെ കുറിച്ച്. ഇതിനെ ഫ്രൈഡ് റൈസ് സിൻഡ്രോം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ബാസിലസ് സെറിയസ് എന്ന ബാക്ടീരിയയുടെ സ്പോറുകൾ സാധാരണ പാചകത്തിൽ നശിച്ചു പോകത്തില്ല.
ചോറ് പുറത്തു വെച്ച് തണുപ്പിച്ചാൽ ഈ ബാക്ടീരിയകൾ വിഷാംശം പുറപ്പെടുവിക്കും. ഇത് പിന്നീട് എത്ര ചൂടാക്കിയാലും നശിക്കില്ല എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് തരുന്നത്. അതുകൊണ്ട് ചോറ് പാകം ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റുക എന്നതാണ് ഏക പ്രതിവിധി. നമ്മുടെ പ്രിയപ്പെട്ട പഴങ്കഞ്ഞിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് പോഷകങ്ങളുടെ ഒരു കലവറയാണ്. അയൺ കണ്ടന്റ് 100-ലധികം ഇരട്ടി നമ്മുടെ പഴങ്കഞ്ഞിയിൽ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ സുരക്ഷിതമായ രീതിയിൽ ഇത് തയ്യാറാക്കണം. ചോറ് വെള്ളത്തിലിട്ട് 10 മണിക്കൂറിൽ കൂടുതൽ സമയം പുറത്തു വെക്കരുത്. കാലാവസ്ഥ ചൂടുള്ളതാണെങ്കിൽ, അതായത് ഇപ്പോഴത്തെ നമ്മളുടെ ഈ വേനൽക്കാലത്ത്, അത് വളരെ വേഗത്തിൽ പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായി ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഈ പട്ടികയിൽ ഇല്ലാത്ത മറ്റേതെങ്കിലും ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാൻ കഴിഞ്ഞേക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ദയവായി ഇത് ഷെയർ ചെയ്ത് നൽകണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.